വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാൻസ് വേൾഡ്. ഇന്ന് ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്, എൻ്റെ അമ്മയാണ്. അമ്മയുടെ സ്പെഷ്യലായ മാങ്ങാച്ചാറാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ദേ മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ച് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 10-12 വെളുത്തുള്ളി, അതേ സെയിം ക്വാണ്ടിറ്റിയിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലല്ല ഉപയോഗിക്കേണ്ടത്, നമ്മൾ നല്ലെണ്ണയോ അല്ലെങ്കിൽ പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാം ഓയിലാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പാം ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അച്ചാറ് കനച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എങ്കിൽ കൂടെ നമ്മുടെ കയ്യിൽ നല്ല കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്നാൽ മാത്രമേ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 3 ടീസ്പൂണോളം മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഒരു 3 ടീസ്പൂണോളം ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിയുള്ള പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് തിരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ മാങ്ങ അരിഞ്ഞ് വെച്ച് ഒപ്പം തന്നെ ഉപ്പ് തിരുമ്മി വെച്ചിരുന്നു. മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് ഉണ്ടാവും. നമുക്ക് ലാസ്റ്റ് ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാറിന്. ഇപ്പം നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അതൊന്ന് നമ്മുടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലും അതുപോലെ തന്നെ മാങ്ങയിൽ ഒരല്പം വെള്ളം കൂടി ഇറങ്ങും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലേ?
നല്ല ടേസ്റ്റിയായ മാങ്ങ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.